5 Mile. ഈ വീഡിയോ മുഴുവൻ കാണുമല്ലോ. അത് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് പങ്കുവയ്ക്കാനും ഒന്ന് ശ്രദ്ധിക്കണം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അതിന് മുതിരണം. ഈ സമയത്ത് അത് ചെയ്യേണ്ടതാണ്. നമസ്കാരം. റിട്ടയർ ചെയ്യുന്ന ജഡ്ജിമാർക്ക് വല്ലാത്ത അസ്വാസ്ഥ്യമാണ് കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട്. പ്രത്യേകിച്ച് സുപ്രീം കോടതിയിൽ നിന്ന് പുറത്തിറങ്ങുന്ന ചിലർക്ക് അവര് കാണുന്നതൊക്കെ തകരാറിലാണ്, എല്ലാം തകരാറിലാണ് എന്ന് വിചാരിക്കുക. സുപ്രീം കോടതി പോലും കുഴപ്പത്തിലാണെന്ന് അവർ വിചാരിച്ചാൽ ഇത് എനിക്കോ നിങ്ങൾക്കോ തോന്നുന്ന കാര്യം മാത്രമല്ല. കഴിഞ്ഞ ദിവസം കുടിയേറ്റ തൊഴിലാളികളുടെ പ്രശ്നം പരിഗണിക്കുന്ന സമയത്ത് ആ ബെഞ്ച് അഭിപ്രായപ്പെട്ടതാ, 3 അംഗ ബെഞ്ച്, ജസ്റ്റിസുമാരായ അശോക് ഭൂഷൺ, സഞ്ജയ് കൗൾ, MR ഷാ, ഇവരായിരുന്നു ആ ബെഞ്ചിലുണ്ടായിരുന്നേ. എനിക്ക് ശേഷം പ്രളയം എന്ന് ചിലർ തീരുമാനിച്ചാൽ എന്താണ് ചെയ്യാൻ പറ്റുക എന്നാണ് ജഡ്ജിമാർ ചോദിച്ചത്. തങ്ങൾ ഇരുന്ന സ്ഥാപനം, തങ്ങൾ പ്രവർത്തിച്ച സ്ഥാപനം, തങ്ങൾ ഒഴിഞ്ഞു പോയി കഴിയുമ്പോൾ എല്ലാം മോശമായി എന്ന് പറഞ്ഞു നടക്കുന്നത് ആ ഇൻസ്റ്റിറ്റ്യൂഷന് ഗുണകരമാണോ? അങ്ങനെയെങ്കിലും ചിന്തിക്കണ്ടേ ഈ കൂട്ടര്? സുപ്രീം കോടതി ജഡ്ജിയായിട്ട് റിട്ടയർ ചെയ്യുന്ന മാന്യന്മാർ പുലർത്തേണ്ട മാന്യതയെക്കുറിച്ചാണ് സൂചിപ്പിച്ചത് സുപ്രീം കോടതി. സുപ്രീം കോടതി ജഡ്ജിമാരെ കുറിച്ചൊക്കെ നമുക്ക് പറയാൻ അധികാരമില്ല, സിറ്റിംഗ് ജഡ്ജിമാരെ കുറിച്ചൊന്നും. നമ്മൾ അവരെ ബഹുമാനത്തോടെ കാണാൻ ബാധ്യസ്ഥരാണ്. അങ്ങനെയാണ് നമ്മൾ യുവർ ലോർഷിപ്പ് എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ അവരെ ബഹുമാനിക്കുന്നത്. പക്ഷെ ഇത് പിരിഞ്ഞു വന്നവരാണ്, പെൻഷൻ പറ്റിയവരാണ്. ഈ സാധാരണ പറയാറുണ്ട്, പെൻഷൻ പറ്റുന്ന ജഡ്ജിമാര് റിട്ടയർഡ് ജസ്റ്റിസ് എന്ന് പറയാം, ജസ്റ്റിസ് ഇന്നയാളെന്ന് പറയാറില്ല, പറയാൻ പാടില്ലെന്നാ പറയാം. പക്ഷെ നമ്മുടെ ആൾക്കാരെന്താ ചെയ്യുന്നത്? റിട്ടയർ ചെയ്തതിന് ശേഷവും ജസ്റ്റിസ് എന്ന് പറഞ്ഞിട്ട് നടക്കുകയല്ലേ ചെയ്യുന്നത്. റിട്ടയർഡ് ജസ്റ്റിസ് എന്ന് പോലും പറയാൻ അവർക്ക് പുച്ഛമാണ്, കുറവാണ്, കുറച്ചിലാണ്. ഇത് ഡൽഹിയിലെ സുപ്രീം കോടതി ജഡ്ജിമാരുടെ കാര്യത്തിൽ മാത്രമല്ല, കേരളത്തിൽ നമ്മൾ കണ്ടിട്ടില്ലേ? അടുത്ത കാലത്ത് സർവീസിൽ നിന്ന് വിരമിച്ച ഒരു ജഡ്ജി എന്തെല്ലാമാണ് നാട് നീളം നടന്ന് പ്രസംഗിച്ചത്, കവലയോഗങ്ങളിൽ മുഴുവൻ. അവസാനം പോപ്പുലർ ഫണ്ടിന്റെ വേദിയിൽ വരെ അങ്ങേരെത്തി. ഭീകരതയ്ക്കെതിരായിട്ട്, രാജ്യദ്രോഹത്തിനെതിരായിട്ടൊക്കെ പറഞ്ഞ് നടന്ന ആൾക്കാർ, അതും ഒരു റിട്ടയർഡ് ജഡ്ജി, ഇസ്ലാമിക തീവ്രവാദികളുടെ, ഇസ്ലാമിക ഭീകരവാദികളെന്ന് കോടതി കണ്ടെത്തിയിട്ടുള്ള വർഗത്തിന്റെ വേദിയിൽ പോലും നിന്ന് പ്രസംഗിക്കുന്ന നമ്മൾ കണ്ടു. വേറൊരാളുടെ പേരിൽ വാങ്ങിയ വില കൂടിയ കാറ് ഇതേപോലെ ഒരാൾ പോയി വാങ്ങിയത് നമ്മൾ കണ്ടു. താക്കോൽ വാങ്ങിക്കാൻ പോയത് ഇതുപോലെ റിട്ടയർ ചെയ്ത ഒരു സാറാണ് അത്രേ, ജഡ്ജി. ഇവരുടെയൊക്കെ ആത്മാർത്ഥതയെക്കുറിച്ച് നമുക്കൊന്നും പറയാൻ അധികാരമില്ല, അത്രയേ ഉള്ളൂ. ഇപ്പോൾ ഇത് പറയാൻ കാരണം 2 ജഡ്ജിമാരുടെ പരാമർശം തന്നെയാണ്. സുപ്രീം കോടതിയും അതിനെക്കുറിച്ച് തന്നെയാണ് പറഞ്ഞത്. കുടിയേറ്റ തൊഴിലാളികളുടെ പ്രശ്നത്തിൽ സുപ്രീം കോടതി വേണ്ട സമയത്ത് വേണ്ട നടപടി എടുത്തില്ല. ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ചത് ഏത് സാഹചര്യത്തിലാണെന്ന് നമുക്കറിയാം. ആ ലോക്ക്ഡൗണിനെ തുടർന്ന് എല്ലാവരും എവിടെയാണോ അവിടെ താമസിക്കണം എന്നതായിരുന്നു നിർദ്ദേശം.
അത് കുടിയേറ്റ തൊഴിലാളി മുതൽ സുപ്രീം കോടതി ജഡ്ജി വരെ ഉള്ളവർക്ക് ബാധകമാണ്, അല്ലെങ്കിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്ക് വരെ ബാധകമാണ്, രാഷ്ട്രപതിക്ക് വരെ ബാധകമാണ്. ഈ കുടിയേറ്റ തൊഴിലാളികൾക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവാതിരിക്കാൻ, അവർക്ക് ഭക്ഷണം കൊടുക്കാൻ, അവരുടെ താമസം ഉറപ്പാക്കാൻ, അവർക്ക് കൂലി ഉറപ്പാക്കാൻ ഒക്കെ കേന്ദ്ര സർക്കാർ നടപടിയെടുത്തു. പണിയില്ലാന്ന് വിചാരിച്ച് കൂലി കൊടുക്കാതിരിക്കരുതെന്ന് സ്പെസിഫിക് ഇൻസ്ട്രക്ഷൻ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ടിന്റെ പരിധിയിൽ നിർത്തിക്കൊണ്ട് കേന്ദ്ര സർക്കാർ പുറപ്പെടുവിച്ചു. സംസ്ഥാനങ്ങൾക്ക് കൊടുത്തിട്ടുള്ള ദുരിതാശ്വാസ ഫണ്ടിൽ നിന്ന് ഇവർക്ക് ഭക്ഷണത്തിന് വകയിരുത്തിക്കൊള്ളാൻ പറഞ്ഞു. ദുരിതാശ്വാസ ഫണ്ടിലേക്ക് ആവശ്യമുള്ള പണം കേന്ദ്രം കൊടുക്കുകയും ചെയ്തു എല്ലാ സംസ്ഥാനങ്ങൾക്കും. ഇതല്ലേ ഒരു കേന്ദ്ര സർക്കാർ ചെയ്യേണ്ടത്? പിന്നെ അവർക്ക് നാട്ടിൽ പോകണം എന്നൊരു ഒരു വികാരം ഉൾക്കൊള്ളാൻ വികാരം ഉണ്ടായിട്ടുണ്ട്, ശരിയാണ്. ആ വികാരം അവരിൽ ജനിപ്പിച്ചത്, അവരിൽ പ്രശ്നമുണ്ടാക്കിച്ചത്, അവർക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിച്ചത് ആരാണെന്നുള്ളത് ഏറെക്കുറെ വ്യക്തമല്ലേ? അത് കേരളത്തിലെ പിണറായി വിജയനോട് ചോദിച്ചാൽ ഈ പറയുന്ന ജഡ്ജിമാർക്ക് മനസ്സിലാവും. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഈ അന്യദേശ അതിഥി തൊഴിലാളികൾക്കിടയിൽ കുഴപ്പമുണ്ടാക്കാൻ ശ്രമിച്ചത് ചില തീവ്രവാദ പ്രസ്ഥാനങ്ങളായിരുന്നു. എന്തിനാ അവരതിന് ശ്രമിച്ചത്? അവരുടെ താല്പര്യം എന്തായിരുന്നു? രാജ്യ താല്പര്യമല്ലല്ലോ. അവരുടെ താല്പര്യം പ്രശ്നങ്ങൾ ഉണ്ടാക്കുക എന്നതാണ്. ഇവിടെ ഈ അതിഥി തൊഴിലാളികളെ അല്ലെങ്കിൽ കുടിയേറ്റ തൊഴിലാളികളെ കൊണ്ട് കുഴപ്പമുണ്ടാക്കിക്കാൻ ശ്രമിക്കുന്ന സമയത്ത് തന്നെയാണ് കുറെ വക്കീലന്മാർ ഡൽഹിയിൽ ഇറങ്ങിയിട്ട് ഇത് പ്രശ്നമാണ്, രാജ്യം കത്തുന്ന പ്രശ്നമാണ്, ഇത് ചർച്ച ചെയ്യണം എന്ന് പറഞ്ഞ് സുപ്രീം കോടതിയിൽ എത്തിയത്. രണ്ടും നമ്മൾ ഒന്നിച്ച് കാണേണ്ടതാ, ഒരേ സമയത്ത് വായിക്കേണ്ടതാ. ആ താല്പര്യം എടുത്ത് വന്ന ആൾക്കാരുടെ താല്പര്യങ്ങൾ എന്തൊക്കെയാ? വിദേശ ഫണ്ടിങ് ഉള്ള ചില NGOസിന്റെ തലപ്പത്തിരിക്കുന്ന കോടാനുകോടി രൂപ വിദേശത്തുനിന്ന് കൈപ്പറ്റിയ വക്കീലന്മാരാണ്. ആ കിട്ടിയ പണത്തിനൊന്നും ഒരു കണക്കുമില്ല എന്നുള്ളത് ഇതിനകം ബോധ്യമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ NGOസിന്റെ കൊടുത്തിട്ടുള്ള FCR ലൈസൻസ് പോലും ഇന്ന് ചോദ്യം ചെയ്യപ്പെട്ടിരിക്കുന്നു. ഇത്തരം ആൾക്കാർക്കൊപ്പം നിന്ന് തുള്ളാൻ സുപ്രീം കോടതിയിൽ നിന്ന് വിരമിച്ച ജഡ്ജിമാർ തയ്യാറായാൽ അവരെ എങ്ങനെ കരുതണം? അവർക്കും ഈ പറയുന്ന ആഗോള സാമ്പത്തിക സോഴ്സുകളുമായിട്ട് ബന്ധമുണ്ടെന്നൊന്നും കരുതാൻ ഞാൻ ആളല്ല. എനിക്കത് പറയാനുള്ള അവകാശവുമില്ല, എൻ്റെ കയ്യിൽ അതിനുള്ള തെളിവുമില്ല. പക്ഷെ ജനങ്ങൾ സംശയിച്ചാൽ എന്ത് ചെയ്യും? ഞാനും ഒരു സുഹൃത്തും തമ്മിൽ അന്തരമുണ്ട്, അഭിപ്രായ വ്യത്യാസമുണ്ട്. രണ്ട് ചേരിയിൽ നിൽക്കുന്നവരാണ്. പക്ഷെ ഒരു രാജ്യം ഒരു പ്രതിസന്ധി നേരിടുമ്പോൾ ഞങ്ങൾ രണ്ടുപേരും രാജ്യത്തിനെതിരായിട്ട് സംസാരിച്ചാൽ സംശയത്തോടെയല്ലേ കാണാൻ പറ്റുള്ളൂ ഒരാൾക്ക്? ഈ രണ്ട് ജഡ്ജിമാര് ഇവരുടെ പിന്നാമ്പുറങ്ങളൊന്നും അത്രമാത്രം രാഷ്ട്രീയത്തിനും മതത്തിനും ഒന്നും അതീതമല്ല. നമുക്കറിയാം. ഒരു കാര്യം നമ്മൾ ഓർക്കണം. ദീപക് മിശ്ര ചീഫ് ജസ്റ്റിസ് ആയിരിക്കുന്ന സമയത്ത് സുപ്രീം കോടതിയിലെ 4 മുതിർന്ന ജഡ്ജിമാർ പുറത്തിറങ്ങി വന്ന് പത്രസമ്മേളനം നടത്തിയത് മറക്കാറായിട്ടില്ലല്ലോ. യഥാർത്ഥത്തിൽ അവർ കാണിച്ചത് ചട്ടങ്ങളുടെ ലംഘനമല്ലേ, നിയമങ്ങളുടെ ലംഘനമല്ലേ, ഭരണഘടനാ വിരുദ്ധമല്ലേ? അവർ ഏറ്റെടുത്തിട്ടുള്ള ദൗത്യത്തിന് അവർ വഹിക്കുന്ന ചുമതലയ്ക്ക് വിരുദ്ധമല്ലേ?
അതിൽ ഒരാള് ചീഫ് ജസ്റ്റിസ് ആയി. പിന്നീട് ഇവരുടെ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരാള്, അദ്ദേഹം ഈ ഈ ഈ സംഭവത്തിലേക്ക് നയിക്കാനുണ്ടായ കാരണങ്ങൾ മുഴുവൻ ഇപ്പൊ വിശദീകരിക്കുന്നുണ്ട്. ആരാണ് ഈ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കിയത് എന്നുൾപ്പെടെ. ദീപക് മിശ്രയ്ക്കെതിരായിട്ട് ഇംപീച്ച്മെന്റ് മോഷൻ കൊണ്ടുവരുന്നു പ്രതിപക്ഷം. അതോടെ അദ്ദേഹത്തിന് മാറി നിൽക്കേണ്ടി വരും. പിന്നെ വരുന്നത് ഞാനാണ് ചീഫ് ജസ്റ്റിസ്, ഞാൻ വന്നു കഴിഞ്ഞാൽ നരേന്ദ്രമോദിയുടെ ഇടപാട് ഞാൻ തീർക്കും. കഴിഞ്ഞ പൊതു തെരഞ്ഞെടുപ്പിന് മുമ്പ് മോഡിയെ രാഷ്ട്രീയമായിട്ട് ഇല്ലായ്മ ചെയ്യാനുള്ള പദ്ധതിയായിരുന്നു അതെന്നുള്ളത് ഇന്ന് വ്യക്തമായില്ലേ? രഞ്ജൻ ഗൊഗോയ് പറയുന്നില്ലേ? ഉണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഏതായാലും അദ്ദേഹം അന്ന് ആ കാലഘട്ടത്തിൽ നടന്ന സംഭവങ്ങളെക്കുറിച്ച് സർക്കാർ വൃത്തങ്ങളുമായിട്ട് ഏതെങ്കിലും ഘട്ടത്തിൽ പങ്കുവച്ചിട്ടുണ്ടാവും എന്ന് വിചാരിക്കാൻ നമ്മളെപ്പോലുള്ളവരൊക്കെ നിർബന്ധിതരാകുന്നില്ലേ? പങ്കുവച്ചു എന്നല്ല ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം, പങ്കുവയ്ക്കാനുള്ള സാഹചര്യങ്ങളുണ്ട് അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം, പങ്കുവച്ചിട്ടുണ്ടായിരിക്കും. അതെന്താണെന്നുള്ളത് നമുക്കൊക്കെ അറിയാം. ഞാൻ ഈ പറഞ്ഞ ഇംപീച്ച്മെന്റും ദീപക് മിശ്രയെ മാറ്റി നിർത്തലും പകരക്കാരൻ വരുന്നതും നരേന്ദ്രമോദിക്കെതിരായിട്ട് രാഷ്ട്രീയമായ ആയുധം പ്രയോഗിക്കലുമൊക്കെ. അങ്ങനെ ചീഫ് ജസ്റ്റിസ് ആകുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന ഒരാളുടെ വീട്ടില് ഈ വാർത്താ സമ്മേളനം കഴിഞ്ഞ ഉടനെ, സുപ്രീം കോടതിയുടെ 4 ജഡ്ജിമാർ നടത്തിയ വാർത്താ സമ്മേളനം കഴിഞ്ഞ ഉടനെ പിൻവാതിലിലൂടെ ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവ് എത്തിയത് നമ്മൾ കണ്ടില്ലേ? ആശംസ അർപ്പിക്കാൻ എത്തിയതായിരിക്കും സഖാവ്. അന്ന് ആ വാർത്താ സമ്മേളനത്തിൽ നിറഞ്ഞു നിന്ന മാധ്യമപ്രവർത്തകരുടെ മനസ്സും ഒന്ന് വായിച്ചു നോക്കൂ. എല്ലാം ഇപ്പൊ ശരിയാവുമെന്ന് വിചാരിച്ച് നടന്നിരുന്നവരില്ലേ? അപ്പൊ അവിടെ പരാജയപ്പെട്ടു ഈ കൂട്ടര്. അവര് വിചാരിച്ചതൊന്നും നടന്നില്ല. മാത്രമല്ല, ദീപക് മിശ്ര സുപ്രീം കോടതിയിൽ എടുത്ത നിലപാട് 100% ശരിയാണെന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. റോസ്റ്ററിന് വ്യവസ്ഥയുണ്ടാക്കി, ആര് ഇന്ന കേസുകൾ കേൾക്കണം തീരുമാനിച്ചു. അന്ന് ഈ 4 ജഡ്ജിമാർ പറഞ്ഞത് എന്താ? പ്രധാനപ്പെട്ട രാഷ്ട്രീയ പ്രാധാന്യമുള്ള കേസുകൾ വരുമ്പോൾ അത് ഞങ്ങൾക്ക് വിട്ടുതരണം. അങ്ങനെ ഏതെങ്കിലും ജഡ്ജിക്ക് പറയാൻ അധികാരമുണ്ടോ? അവകാശമുണ്ടോ? പറയാറുണ്ടോ? അങ്ങനെ പരസ്യമായിട്ട് ജഡ്ജിയുടെ കസേരയിലിരിക്കുമ്പോൾ വന്ന് പത്രങ്ങളോട് പറഞ്ഞ ആൾക്കാർ ഇന്നിപ്പോ സുപ്രീം കോടതി വിമർശിക്കേണ്ടതിൽ അതിശയമൊന്നുമില്ല. കുടിയേറ്റ തൊഴിലാളികളുടെ കാര്യത്തിൽ കേന്ദ്ര സർക്കാർ വേണ്ടത്ര ഗൗരവത്തോടെ തന്നെയാണ് കൈകാര്യം ചെയ്തത്. ചില സംസ്ഥാനങ്ങൾ ഉഴപ്പിയിട്ടുണ്ട്. അവരെ കൊണ്ടുവരാൻ കുറച്ചൊന്നും അല്ലല്ലോ. രാജ്യം മുഴുവൻ തീവണ്ടി ഓടിച്ചാലും എത്തിക്കാൻ പറ്റാത്ത ആൾക്കാരില്ലേ? ഇപ്പോഴും കേരളത്തിലില്ലേ? ഇന്നലെ ഒരു ജഡ്ജി വാർത്താലേഖകരോട് പറഞ്ഞത് കേരളം എല്ലാം ഭംഗിയായിട്ട് ചെയ്തു എന്നാണ്. അദ്ദേഹം കേരളത്തിൽ ഇല്ലാഞ്ഞിട്ടാണോ എന്ന് എനിക്കറിയില്ല. കേരളത്തില് നാട്ടിൽ പോകണം എന്ന് പറഞ്ഞ് തെരുവിലിറങ്ങിയ എത്രയോ അനുഭവങ്ങളും സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. അവരെ ആട്ടിപ്പായിക്കുക ചെയ്തേ, പോലീസ് തല്ലുപിടിക്കുക ചെയ്തേ. പിന്നെ അവർക്ക് ഭക്ഷണം കൊടുത്തിട്ടുണ്ടെങ്കിൽ കേന്ദ്രം കൊടുത്തിട്ടുള്ള കാശാണ് ജഡ്ജി അത് മനസ്സിലാക്കണം. പത്രം വായിക്കണ്ടേ ദിവസം എഴുന്നേറ്റാൽ? ഞാൻ മുൻ ജഡ്ജിയുടെ കാര്യമാണ് പറഞ്ഞത്. ജഡ്ജി എന്ന് ഉദ്ദേശിച്ചത് മുൻ ജഡ്ജിയുടെ കാര്യമാണ്. ഇവിടെ ഇതിപ്പോ ഒരു രോഗമായിട്ട് മാറിക്കൂടായികയില്ല. ജഡ്ജിമാരായിട്ട് റിട്ടയർ ചെയ്താൽ ഉടനെ തന്നെ പകരം ജോലി വേണം, എവിടെയെങ്കിലും കയറി കൂടണം. ഹൈക്കോടതിയിൽ നിന്ന് റിട്ടയർ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ സുപ്രീം കോടതിയിൽ നിന്ന് റിട്ടയർ ചെയ്യുമ്പോൾ 3-4 ദിവസത്തിനകം പകരം നിയമനം കിട്ടി വരില്ല ഇവിടെ. അത് സർക്കാർ നിയമനം കൊടുത്തവര്. അപ്പൊ അവർ ഹൈക്കോടതി ജഡ്ജി ആയിരിക്കുമ്പോൾ തന്നെ
അടുത്ത കസേര ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള യത്നങ്ങൾ നടത്തിയെന്നല്ലേ വിചാരിക്കേണ്ടത്? ഇവരുടെയൊക്കെ ചരിത്രം പരിശോധിക്കാൻ പോയാൽ നമുക്ക് ദുഃഖം തോന്നും. ഞാനൊരു ഉദാഹരണം മാത്രം പറയാം. കെ കരുണാകരൻ പറഞ്ഞ 2 കാര്യങ്ങളുണ്ട് കരുണാകരനുമായിട്ട് ബന്ധപ്പെട്ട്. ഞാനതൊരിക്കൽ എഴുതിയതുമാണ്. എറണാകുളത്ത് BTH കരുണാകരൻ എന്ന ആഭ്യന്തരമന്ത്രിയാണ്. അതാണോ മുഖ്യമന്ത്രിയാണോ എനിക്ക് സംശയം. എറണാകുളത്തെ BTH ഒരു ഫംഗ്ഷന് അദ്ദേഹം കരുണാകരൻ വന്ന് ഇറങ്ങുന്നു. അന്നത്തെ ഹൈക്കോടതിയിലെ ആക്റ്റീവ് ചീഫ് ജസ്റ്റിസ് താഴ്ത്തു വന്ന് കാത്തു നിൽക്കുക മുഖ്യമന്ത്രി വരുന്നതിന് സ്വീകരിക്കാൻ. കരുണാകരന്റെ സ്വഭാവം അറിയാലോ, ഒരു സ്ഥലത്ത് സമയത്ത് എത്തില്ല. മാധ്യമപ്രവർത്തകരുണ്ട്, ഫോട്ടോഗ്രാഫർമാരുണ്ട്. വന്ന് കരുണാകരൻ ഇറങ്ങുമ്പോൾ പോലീസുകാർ നിൽക്കുന്നുണ്ട് അവിടെ വേണ്ടതിലധികം. ഓടിച്ചെന്ന് കാറിന്റെ ഡോറ് തുറന്നു കൊടുക്കുന്നത് ഈ ആക്ടിംഗ് ചീഫ് ജസ്റ്റിസാണ്. എന്താ അദ്ദേഹത്തെ കുറിച്ച് നമ്മൾ പറയട്ടെ? എന്തോരം വിധേയത്വമാണ് അദ്ദേഹത്തിനുള്ളത്. ഇന്ന് അദ്ദേഹം ഇല്ല, കരുണാകരനും ഇല്ല. പക്ഷെ അത് കണ്ട മാധ്യമപ്രവർത്തകർ ഇന്നും ജീവിച്ചിരിക്കുന്നുണ്ട്. ഞാൻ അതിന് സാക്ഷിയായിരുന്നു താനും. വേറൊരു സംഭവം കരുണാകരൻ തന്നെ പറഞ്ഞതാ. കേരള ഹൈക്കോടതിയിൽ ജഡ്ജിയാവാൻ വരുന്ന ഒരാളും എന്നെ വന്ന് കാണാതെ പോയിട്ടില്ല. എന്നെ വന്ന് കണ്ട് അനുമതി മേടിച്ചവനെ അവിടെ ജഡ്ജി ആയിട്ടുള്ളൂ എന്നാണ് കരുണാകരൻ പറഞ്ഞതിൻ്റെ അർത്ഥം. അത് കോൺഗ്രസ് കേന്ദ്രം ഭരിക്കുന്ന കാലത്താണ്. കരുണാകരൻ കേരളത്തിൽ ഭരണം ഉണ്ടായിരുന്നു ഇല്ലെങ്കിലും കരുണാകരൻ തീരുമാനിക്കുന്ന അല്ലെങ്കിൽ കരുണാകരൻ അറിയാതെ നടക്കില്ലായിരുന്നു എന്നതാണ്. എന്നിട്ട് കരുണാകരൻ ഒരു കാര്യം കൂടി പറയുന്നുണ്ട്. ഒരു സംഭവം, ഒരു ജഡ്ജി, ഒരാൾ കരുണാകരനെ കാണാതെ തന്നെ യോഗ്യത കൊണ്ട് തന്നെ ജഡ്ജിയായി. സാങ്കേതിക കാരണത്താൽ അത് റദ്ദാക്കപ്പെട്ടു ആ നിയമനം. അദ്ദേഹവും ഓടി കരുണാകരൻ്റെ അടുത്ത് പിന്നീട്. അത് കേരളത്തിൻ്റെ ചരിത്രമാണ്. നമ്മൾ ആരെയും കുറ്റപ്പെടുത്തുകയല്ല. കരുണാകരൻ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോഴും ആഭ്യന്തരമന്ത്രി ആയിരിക്കുമ്പോഴും ഒക്കെ പതിവായിട്ട് എല്ലാം മലയാള മാസം 1-ാം തീയതി ഗുരുവായൂർ തൊഴാൻ പോകും. ഗുരുവായൂർ ശ്രീവത്സൻ ഗസ്റ്റ് ഹൗസിന്റെ മുമ്പിൽ വക്കീലന്മാരുടെ ക്യൂ കാണാമായിരുന്നു, മുതിർന്ന വക്കീലന്മാരുടെ. തൊഴാൻ വേണ്ടി പോയി നിൽക്കുക, കരുണാകരനെ തൊഴാൻ, ജഡ്ജിയാവാനുള്ള മോഹവുമായിട്ട്. അങ്ങനെ എത്രയോ പേര് ജഡ്ജിമാരായിട്ടുണ്ട്. പലർക്കും 1-ാം തീയതി ഗുരുവായൂരപ്പനെ തൊഴാനുള്ള യോഗവും ഉണ്ടാക്കി. അത് അത്രയും നല്ലത്. പക്ഷെ ഗുരുവായൂരപ്പനെ തൊഴാനല്ല അവർ മനസ്സിൽ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിച്ചിരുന്നത് ഈ കരുണാകരനെ തൊഴണ കഴിയാം. അപ്പോൾ ഈ ജഡ്ജിമാര് അവർക്ക് സാധാരണ നമ്മൾ പറയാറുണ്ട്, ജഡ്ജിമാരാകുന്നതിന് മുമ്പ് അവർക്ക് പല താല്പര്യങ്ങളും ഉണ്ടായിട്ടുണ്ടാവും. മതപരമായ താല്പര്യം ഉണ്ടാവാം, മതപ്രസംഗത്തിന് പോയിട്ടുണ്ടാവാം, രാഷ്ട്രീയം കളിച്ചിട്ടുണ്ടാവാം, രാഷ്ട്രീയ ഭാരവാഹിയായിട്ടുണ്ടാവും പാർട്ടികളുടെ. പക്ഷേ വൺസ് യു ബിക്കം എ ജഡ്ജ്, you are considered to be an independent man. You have to be independent. അവിടെ പഴയ ചിന്തകളും മനസ്സിലേക്ക് കയറി വന്നാൽ അദ്ദേഹത്തിൻ്റെ നീതിബോധത്തെയാണത് നശിപ്പിക്കുക. കോടതിയുടെ ഐഡൻറ്റിറ്റിയാണത് നശിപ്പിക്കുക. കോടതിയുടെ ഒരു എന്താ പറയുക, സത്യസന്ധതയാണത് ബാധിക്കുക. അതെല്ലാവരും തിരിച്ചറിയേണ്ടതാണ്. പരസ്യ പ്രസ്താവന നടത്താൻ അവർക്ക് അധികാരമുണ്ട്. ആ പരസ്യ പ്രസ്താവനകൾക്ക് 24 മണിക്കൂർ പോലും ആയുസില്ല. ഒരു ഫ്ലാഷ് ന്യൂസിൻ്റെയോ 1.5 മിനിറ്റ് വാർത്തയുടെയോ ആയുസേ ഉള്ളൂ. പക്ഷേ ഈ ജഡ്ജിമാർ ഇത്തരത്തിൽ സുപ്രീം കോടതിക്ക് എതിരായിട്ടും കോടതികൾക്കെതിരായിട്ടും ഒക്കെ ആക്ഷേപിക്കുന്ന ജഡ്ജിമാർ, മുൻ ജഡ്ജിമാർ, അവർക്ക് തന്നെ സ്വയം കളങ്കം വരുത്തി വെക്കുകയല്ലേ ചെയ്യുന്നത്. അതവർ തിരിച്ചറിയണ്ടേ.
ഈ കുടിയേറ്റ തൊഴിലാളികളുടെ പ്രശ്നം പരിഹരിക്കുമ്പോൾ സോളിസിറ്റർ ജനറൽ കോടതിയിൽ ചില കാര്യങ്ങൾ പറയുണ്ടായി, സുപ്രീം കോടതിയിൽ. യഥാർത്ഥത്തിൽ അത് എനിക്ക് തോന്നുന്നു ഇതിനു മുമ്പ് ഒരു സോളിസിറ്റർ ജനറലും അങ്ങനെ അഭിപ്രായപ്പെട്ടിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ചില വക്കീലന്മാർ നടത്തുന്ന കളികൾ, തങ്ങൾ പറയുന്നതേ കോടതി വിധിക്കാവുള്ളൂ എന്ന് ചില വക്കീലന്മാർ വിചാരിച്ചാൽ എന്ത് ചെയ്യും? അങ്ങനെ കാശുണ്ടാക്കിയവരുണ്ടാവും. കോടതിയെ നിലയ്ക്ക് നിർത്താമെന്ന് ധരിച്ചവരുണ്ടാവും. അവരൊക്കെ ആഗ്രഹിച്ചതും അവർ പറഞ്ഞതും അവർ നിർദ്ദേശിച്ചതും അനുസരിച്ചാണ് ജഡ്ജിമാർ പ്രവർത്തിച്ചത് എന്നൊന്നും ഞാൻ പറയില്ല. എനിക്കിപ്പോഴും ജുഡീഷ്യറിയിൽ വലിയ വിശ്വാസമുണ്ട്, ജഡ്ജിമാരിൽ അതിനേക്കാൾ വിശ്വാസമുണ്ട്. അത് രാജ്യത്തോടുള്ള പ്രതിബദ്ധതയുള്ള ഒരാൾക്കും നമ്മുടെ ഭരണഘടനയെ, നമ്മുടെ നീതിന്യായ സംവിധാനത്തെ ആക്ഷേപിക്കാൻ കഴിയില്ല. അതിൻ്റെ പവിത്രത അവർ കാത്തു സൂക്ഷിക്കുകയും ചെയ്യും. അത്രയേ ഓർമ്മിപ്പിക്കാനുള്ളൂ. നമസ്കാരം.